ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൗദി പ്രോ ലീഗിലെ അൽ നസർ വേഴ്സസ് അൽ റൈദ് മത്സരം 2-1 എന്ന ഗോൾ സ്കോറിന് അൽ നസർ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അൽ നസറിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിൽ വിജയത്തോടു കൂടി 38 പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരത്തിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ അൽ റൈദിൻ്റെ ഭാഗത്തു നിന്നും 5-3-2 എന്ന ഫോർമേഷനിലായിരുന്നു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാക്സിമം ഡിഫെൻസീവ്ലി ഫോക്കസ്ഡ് ചെയ്യുക എന്നുള്ളൊരു ടാക്ടിക്സ് ആണ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കളിക്കുന്ന പ്ലെയറും സെൻട്രൽ മിഡ്ഫീൽഡർ കളിക്കുന്ന പ്ലെയറും മാക്സിമം ഡിഫെൻസീവ്ലി ഫോക്കസ്ഡ് ചെയ്യുക എന്നുള്ള ഒരു ഗെയിം പ്ലേ ആണ് അവരെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു സമനില മതി എന്നുള്ള ഒരു തീരുമാനമായിരിക്കാം. അൽ നാസർ പോലെയുള്ള വലിയ ടീമിനോട് ഏറ്റുമുട്ടുന്ന സമയത്ത് ഒരിക്കലും വിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൂടെയാണ്. അൽ നാസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ര വലിയ മികച്ച പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. ചിലപ്പോൾ ഓപ്പോണന്റ് ചെറിയ ടീം ആയതുകൊണ്ടായിരിക്കാം. സ്റ്റിൽ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം വീക്ക് പോയിന്റ് തന്നെയാണ്. അത് ശരിക്കും മനസ്സിലാവുന്നത് അൽ ഇത്തിഹാദ്, അൽ ഹിലാൽ പോലെയുള്ള ടീമിനോട് കളിക്കുന്ന സമയത്ത് അട്ടപ്പടലം തിരിച്ചാവുന്നത് ഒരുപാട് മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. സ്റ്റിൽ എഗെയിൻ മണ്ടത്തരം കാണിച്ചിരിക്കുകയാണ് ഗൈസ്. എന്തിനാണ് എഗെയിൻ സ്ട്രൈക്കറെ വാങ്ങിയെന്ന് മനസ്സിലാവുന്നില്ല. ആസ്റ്റൺ വില്ലയിൽ നിന്നും 77 മില്യനാണ് ജോർദാൻ റോഡ്സ്, പേര് അങ്ങനെ എന്തോ ആണ് പേര്, ആ ഒരു പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഒരു സ്ട്രൈക്കറിൻ്റെ ആവശ്യം നിലവിലെന്ന് മനസ്സിലാവുന്നില്ല. ഓൾറെഡി സ്ട്രൈക്കേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആണ്. അൽ നസറിന് ഒരുപാട് പ്ലേയേഴ്സ്, ഫോമിലുള്ള പ്ലേയേഴ്സും ഉണ്ട്. അപ്പോൾ വീക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഗെയിം മണ്ടത്തരം കാണിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ടൈറ്റിൽ ചാമ്പ്യന്മാരാവുന്നും യാതൊരു പ്രതീക്ഷയും വേണ്ട. 43 പോയിന്റുമായിട്ട് അൽ ഹിലാലും 1-ാം സ്ഥാനത്തും അൽ ഇത്തിഹാദ് 2-ാം സ്ഥാനത്തും. കട്ടക്ക് അതും ലാസ്റ്റ് കളി തോക്കുന്ന സമയത്ത് 2 ടീമും തോറ്റിട്ടുണ്ടായിരുന്നു. ഇവരെ ഇനി വരുന്ന മത്സരത്തിലെ റിസൾട്ട് പോലെ ആയിരിക്കും അൽ നാസറിൻ്റെ ഈ ഒരു സീസൺ ചാമ്പ്യന്മാരാകും പറ്റുമോ എന്ന് കാത്തിരുന്ന് കാണാം ഗൈസ്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.